നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ലക്ഷങ്ങൾ കടമെടുത്തൊരു വീട് വാങ്ങുമ്പോൾ ആൾക്കാർ വളരെ ഹാപ്പിയാണ്. നിങ്ങൾ വീണ്ടും ലക്ഷങ്ങൾ കടമെടുത്ത് പഠിക്കാൻ പോകുമ്പോഴോ മക്കളെ പഠിക്കാൻ വിടുമ്പോഴോ ആൾക്കാർ വീണ്ടും ഹാപ്പിയാണ്. നിങ്ങൾ കടമെടുത്ത് പേഴ്സണൽ ലോൺ എടുത്ത് കാർ വാങ്ങുമ്പോഴും ആൾക്കാർ ഹാപ്പിയാണ്. കടത്തിൽ നിങ്ങൾ മുന്നോട്ട് ജീവിക്കുന്നു, അപ്പോഴും ആൾക്കാർ ഹാപ്പിയാണ്. പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ അർത്ഥമായൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, സ്വന്തമായി നിങ്ങളൊരു ഡിജിറ്റൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ, അപ്പോൾ ആൾക്കാരൊന്നും പറയും, എടാ നിന്നെക്കൊണ്ടിത് പറ്റില്ല, എടാ ഇത് സ്കാമാ, ഇതിലൊന്നും പോയി വീഴല്ലേ. എന്തിനാ നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ ചോയ്സസിന് വിട്ടുകൊടുക്കുന്നത്? നിങ്ങൾ ലീഗലും ലെജിറ്റും ടാക്സബിളുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഫുൾ ടൈം ജോബിനോടൊപ്പം നിങ്ങൾ ചെയ്യാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ദിസ് ഇസ് ദ റൈറ്റ് വൺ ഫോർ യു. എൻ്റെ പേര് റിനി. ഞാനിവിടെ ഓസ്ട്രേലിയയിൽ എൻ്റെ ഹസ്ബൻഡും 2 മക്കളായി സെറ്റിൽഡാണ്. ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഫുൾ ടൈം ഏരിയ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഇത്രയും ബിസി സ്കെഡ്യൂളിൽ പോലും എനിക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കാരണം മാത്രമാണ്. ഈ ബിസിനസ്സിൽ അധികം സപ്പോർട്ടുണ്ട്. ഹെവി ലിഫ്റ്റിംഗ് മൊത്തം ചെയ്യുന്നത് ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്. മെൻറ്റർ ആൻഡ് കോച്ചിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ട്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കിത് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ചെയ്യാമെങ്കിൽ, സാധാരണക്കാരായ ആർക്കും ചെയ്യാമെങ്കിൽ, നിങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ വേണ്ടത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബാക്കിയുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ റീച്ച് ഔട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും ഇമെയിലും തരികയാണെങ്കിൽ ആദ്യം കാണേണ്ട കോംപ്ലിമെൻ്ററി അല്ലെങ്കിൽ ഫ്രീ വെബിനാറിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. Till then, bye, take care and God bless you. I'll see you inside.